ഏകദേശം ഒരു 7 വർഷം മുമ്പ് എൻ്റെ മോൻ്റെ ഡെലിവറി സമയത്തുണ്ടായ ഒരു അനുഭവമാണ്. അപ്പം ഞാൻ പിന്നെ ഉണർന്നിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പയ്യെ ഇങ്ങനെ ഉണർന്നൊരു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുന്നത്. അപ്പം ഞാൻ പറയുവാണ്, ഞാൻ സ്വർഗത്തിൽ പോയി, സിസ്റ്ററെ വാ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറക്കം വിളിക്കുവാണ് അവിടെ നിൽക്കുന്ന സിസ്റ്റർമാർ. ഞാൻ ഹെവനിൽ പോയി, ഞാൻ സ്വർഗത്തിൽ പോയി. ഐ സോ ജീസസ് ഇൻ ദ ത്രോൺ. ഞാൻ ഈശോയെ സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടു. ഹി ടോൾഡ് മീ ദാറ്റ് ഐ ലവ് യു സോ മച്ച്, യു ഷുഡ് ബി വിത്ത് മീ നൗ, ബട്ട് യുവർ ചിൽഡ്രൻ നീഡ് യു, സോ ഐ എം സെൻഡിങ് യു ബാക്ക് എന്നൊക്കെ പറയുക. ഞാനിങ്ങനെ ഭയങ്കര ഉറക്കെ പറയുക. അപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഈശോയെ നോക്കുക, ഈശോയുടെ ത്രോണിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാം. അപ്പം ഞാനവിടെ നിൽക്കുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, യു ഷുഡ് ബി വിത്ത് മീ നൗ, ബട്ട് യുവർ ചിൽഡ്രൻ നീഡ് യു, സോ ഐ എം സെൻഡിങ് യു ബാക്ക് എന്നാണ് ഈശോ എന്നോട് പറയുന്നത്. ഞാൻ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു, പക്ഷെ നിൻ്റെ മക്കൾക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ചയക്കുന്നു. ഹായ് എവരി വൺ. സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെനിക്കൊരു ഏകദേശം ഒരു 7 വർഷം മുമ്പ് എൻ്റെ മോൻ്റെ ഡെലിവറി സമയത്തുണ്ടായ ഒരു അനുഭവമാണ്. അപ്പം എൻ്റെ 5ാമത്തെ മോന്, അവനാണ് ഏറ്റവും ഇളയ മോന്. അപ്പോൾ അവൻ്റെ പ്രസവ സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പം ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചൊരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്തായിരുന്നു 5 വർഷം മുമ്പ്. അപ്പോൾ പലരും അത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് മലയാളത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു മലയാളത്തിലും കൂടി ഒരു വീഡിയോ എൻ്റെ മലയാളം പ്രേക്ഷകർക്കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മോനെ ഞാൻ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് ഞാൻ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അതിനു മുമ്പ് എല്ലാ ദിവസവും പള്ളിയിൽ പോവും. എന്നാലും പ്രഗ്നൻസിയിലും ജോലിയൊക്കെ ആയിട്ട് പള്ളിയിൽ പോകാനായിട്ടൊന്നും ഒരു തടസ്സവും വരരുത് കർത്താവേ. എല്ലാ ദിവസവും, അതായത് പ്രസവത്തിൻ്റെ ദിവസം വരെയും എനിക്ക് ഡെയിലി മാസ് കൂടാനുള്ള ഒരു കൃപ തരണം. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈശോയുടെ അടുത്ത് വന്ന്, ഞങ്ങളുടെ പള്ളിയിൽ അവിടെ വന്നിട്ട് ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അഡ്മിറ്റ് ആകണമെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ ആ പ്രസവ സമയത്തിന് മുമ്പ് എനിക്ക് വന്നിട്ട് കുമ്പസാരിക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് എന്നിട്ട് വേണം എനിക്ക് പ്രസവ സമയത്തിന് പോയി അഡ്മിറ്റ് ആകാൻ. ഇങ്ങനെയൊരു പ്രാർത്ഥന ഞാൻ ഈശോയോട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരു തടസ്സവും കൂടാതെ ഈശോ എല്ലാ ദിവസവും തന്നെ കുർബാന കൂടാനുള്ള കൃപ തന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ചിലപ്പോൾ എനിക്കെന്താ വെച്ചാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് മുമ്പത്തെ ഡെലിവറിക്കൊക്കെ. പക്ഷേ ഇത് ഞങ്ങൾ വെറുതെ ഒരു ചെക്കപ്പിന് പോവുമായിരുന്നു. അപ്പം ഒരു നെക്സ്റ്റ് വീക്കായിരുന്നു ആക്ച്വലി ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്, സിസേറിയൻ ആയിരുന്നു. അപ്പോൾ സെക്ഷൻ്റെ ഡേറ്റ് നെക്സ്റ്റ് വീക്ക് ഫിക്സ് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അവധി എടുക്കുക, അതായത് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ എൻ്റെ ആ അപ്പോയിൻമെൻറ്റ് ജസ്റ്റ് ഒരു ആഴ്ചയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് എൻ്റെ ആ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ മെറ്റേണിറ്റി ലീവ് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പം ആ ലാസ്റ്റ് വർക്കിംഗ് ഡേ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് ഫ്ലൂയിഡ് വളരെ ലോ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ക്രിട്ടിക്കലി ലോ ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ സിസേറിയൻ ചെയ്യണം. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞൊരു സമയമായിരുന്നു. അപ്പം നിങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ അഡ്മിറ്റ് ആകണം, നാളെ രാവിലെ തന്നെ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തിരിച്ചോടി വന്ന് ഞാൻ പെട്ടെന്ന് വന്ന് ഞാനൊന്നും പാക്ക് ചെയ്തൊന്നുമില്ലായിരുന്നു. ഹോസ്പിറ്റൽ ബാഗോ കുറച്ച് സാധനങ്ങൾ ഏതാണ്ടൊക്കെ വാങ്ങിച്ചെന്നല്ലാതെ അവധി എടുക്കുവാണല്ലോ, പിന്നെ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, അങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഹസ്ബൻഡ് ഓടിപ്പോയി അതെല്ലാം വാങ്ങിച്ചു. എൻ്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാം തന്നെ തീർന്നായിരുന്നു. ജസ്റ്റ് കുറച്ചുകൂടി ഒരു ഹാൻഡ് ഓഫ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് പിന്നെ പള്ളിയിൽ പോയപ്പം അച്ഛൻ അവിടെ കുമ്പസാരക്കൂട്ടിൽ എന്നെ കാത്തിരിക്കുന്ന പോലെ ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു, അച്ഛനോട് കാര്യമെല്ലാം പറഞ്ഞു. അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ഈശോയുടെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പ്രാർത്ഥിച്ച് എല്ലാമാണ് പോയി അഡ്മിറ്റ് ആകുന്നത്. രാത്രി എനിക്ക് തോന്നുന്നു ഡിന്നർ കഴിച്ചിട്ട് പോയി അഡ്മിറ്റ് ആവുമായിരുന്നു എന്ന് തോന്നുന്നു, ഓർമ്മ വരുന്നില്ല. 8:45 ആയപ്പോൾ ഞങ്ങൾ പോയി അഡ്മിറ്റായി. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് സെക്ഷൻ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും സ്പൈനൽ അനസ്തേഷ്യയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അനസ്തേഷ്യയ്ക്ക് ജനറലി ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ സ്പൈനൽ അനസ്തേഷ്യ ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് എടുക്കത്തില്ല.
ചിലപ്പോൾ അവർ 2-3 പ്രാവശ്യം ഒക്കെ കുത്തിയിട്ട് ശരിയാകാതെ ജനറൽ അനസ്തീഷ്യ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനും ഞാനിങ്ങനെ സ്പൈനൽ വേണമെന്ന് പറഞ്ഞ് ഓപ്റ്റ് ചെയ്ത് അത്തവണയും ഒരു 4 പ്രാവശ്യമോ 4 ആണോ 5 ആണോ എനിക്ക് ഓർമ്മ വരുന്നില്ല, കുറേ അധികം പ്രാവശ്യം, 4 പ്രാവശ്യം തോന്നുന്നു കുത്തിയിട്ടും ഡോക്ടർ കീറുമ്പോൾ എനിക്ക് വേദന എടുക്കുക. ഞാൻ വേദന എടുക്കുക എന്ന് പറയുമ്പം അനസ്തസിസ്റ്റ് ഡോക്ടർ പറയുന്നത് അതൊരു ചുമ്മാ പറയുന്ന ഒരു ഫീലിംഗ് ആണ്, വേദനയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്, ഫീലിംഗ് ഒന്നുമല്ല, മരച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു കാലിങ്ങനെ മടക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈസി ആയിട്ട് കാല് മടക്കി, അതായത് എനിക്ക് കാലെല്ലാം മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, വർക്കായിട്ടില്ല, സോ വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ടു GA എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ഒരു പ്രാവശ്യവും കൂടെ സ്പൈനൽ ട്രൈ ചെയ്യാം, GA വേണ്ട എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് അവർ പെട്ടെന്ന് എനിക്ക് ഇത് തന്ന് അങ്ങ് GA ജനറൽ അനസ്തേഷ്യയായി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പയ്യെ ഇങ്ങനെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. പയ്യെ, എനിക്ക് അത്രയും നല്ല ഓർമ്മയില്ല, ചെറിയ ഇങ്ങനെ ഒരു ഇതിലേക്ക് പയ്യെ കോൺഷ്യസ്നെസ്സിലേക്ക് തിരിച്ചു വരുവാണ്. അപ്പം ഞാൻ പറയുവാണ്, ഞാൻ സ്വർഗത്തിൽ പോയി, സിസ്റ്ററെ വാ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറക്കെ വിളിക്കുവാണ് അവിടെ നിൽക്കുന്ന സിസ്റ്റർമാർ. ഞാൻ ഹെവനിൽ പോയി, ഞാൻ സ്വർഗത്തിൽ പോയി, ഐ സോ ജീസസ് ഇൻ ദ ത്രോൺ, ഞാൻ ഈശോയെ സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുക. അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ പറയാം, ശരിക്കും ഞാൻ കണ്ടു, ഈശോയെ ഞാൻ കണ്ടു, അവൻ എന്നോട് പറഞ്ഞു നീ ഒരു പാവമാണെന്ന് പറഞ്ഞു. എന്നോട് ഈശോ പറഞ്ഞു ഞാനൊരു പാവമാണ്, ഞാൻ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു, ഐ ലവ് യു സോ മച്ച് ദാറ്റ് യു ഷുഡ് ബി വിത്ത് മീ നൗ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാനിത് മലയാളത്തിലാണ് പറയുന്നത്. അപ്പം അവിടെ ഉള്ള സിസ്റ്റേഴ്സ്, അതായത് എനിക്കൊന്ന് മെയിൽ ഒരു ബ്രദറായിരുന്നു തോന്നുന്നു, പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട്, മലയാളത്തിലാണ് പറയുന്നത്, അവർ കന്നഡക്കാരായിരുന്നു. പറഞ്ഞൊരു മലയാളി സിസ്റ്ററിനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ ഐ ക്യാൻ ടോക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നതല്ല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുക. ഐ സോ ജീസസ് ഓൺ ദ ത്രോൺ, ഹി ടോൾഡ് മീ ദാറ്റ് ഐ ലവ് യു സോ മച്ച്, യു ഷുഡ് ബി വിത്ത് മീ നൗ, ബട്ട് യുവർ ചിൽഡ്രൻ നീഡ് യു, സോ ഐ എം സെൻഡിങ് യു ബാക്ക് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുക. ഞാനിങ്ങനെ ഭയങ്കര ഉറക്കെ പറയുക, നിൻ്റെ കുട്ടികൾക്ക് നിന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ചു വിടുവാണ് എന്നൊക്കെ പറയുക. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുന്നത്, ഇതെനിക്ക് അറിയത്തില്ല ഇതെന്ത് എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അബോധാവസ്ഥയിലായിരുന്ന ഒരു സമയമാണല്ലോ, അപ്പോൾ എനിക്കത് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മനസ്സിലെ എൻ്റെ ഒരു കണക്കൂട്ടലുകൾ അനുസരിച്ച് ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ കേട്ടതും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേർഡ്സും ഒന്നും എൻ്റെ മനസ്സിലുള്ളതല്ല. അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പോലും എൻ്റെ തലയിൽ കൂടെ പോയിട്ടില്ല, ആശയങ്ങളൊന്നും എൻ്റെ തലയിൽ കൂടെ പോയിട്ടില്ല. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന വേർഡ്സും ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതിനു മുമ്പ്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പം എനിക്കൊരു ദൈവിക അനുഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയത്തില്ല. എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഇങ്ങനെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് മാത്രമേ ഞാനതിനെ പറയുന്നുള്ളൂ കേട്ടോ. വേറൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ശരിക്കും എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറയുന്നത് ഈശോയെ ഞാൻ കണ്ടു, ത്രോണിലിരിക്കുന്ന കണ്ടു എന്നാണല്ലോ ഞാൻ പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ പറയുവാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് പോലെ അല്ല ആ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം വേറൊരാളാണ് എന്നോട് പറയുന്നത് ഈശോ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന്. ഈശോ അല്ല എന്നോട് ആദ്യം പറയുന്നത്, വേറൊരാളാണ്. അതാരാന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. പക്ഷേ വേറൊരാളാണ് പറയുന്നത് ഈശോ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഈശോയെ നോക്കുക, ഈശോയുടെ ത്രോണിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാം. അപ്പം ഞാനവിടെ നിൽക്കുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, യു ഷുഡ് ബി വിത്ത് മീ നൗ, ബട്ട് യുവർ ചിൽഡ്രൻ നീഡ് യു, സോ ഐ എം സെൻഡിങ് യു ബാക്ക് എന്നാണ് ഈശോ എന്നോട് പറയുന്നത്. ഞാൻ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു, പക്ഷേ നിൻ്റെ മക്കൾക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ചയക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര അപരിചിതമായ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ആയിരിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ഈശോയോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ഞാൻ ചോദിക്കുവാണ്. എൻ്റെ മനസ്സിലാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ധ്യാന ഗുരുക്കന്മാരെയും അവരെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം ഞാൻ ഈശോയോട് ചോദിക്കുക, അവരൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു,
ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇങ്ങനെ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ല, ഇതാണ് എൻ്റെ ആശയം, എങ്ങനെ അത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. ഞാനിങ്ങനെ പറയുവാണ്, അവരൊക്കെ എന്തുമാത്രം നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഞാൻ വളരെ ഒരു നോർമലായിട്ട് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ, വളരെ സാധാരണ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾ. ഞാൻ നിനക്കായിട്ട് ഒന്നും ചെയ്തതെന്ന് ഒന്നും ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണ് പക്ഷേ നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ ഈശോയോട് ചോദിക്കുന്നത്. അപ്പം ആ ഈശോയുടെ സ്നേഹമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സ്നേഹം കേട്ടോ. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി പിലാത്തോസിൻ്റെ മുമ്പിൽ കൊല്ലപ്പെടുവാൻ അല്ലെ അറക്കപ്പെടുവാനുള്ള കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന ഈശോയുടെ മുഖമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് കേട്ടോ. അത്രയധികമാണ് ദൈവത്തിന് നമ്മളോട് ഓരോ വ്യക്തികളോടും ഉള്ള സ്നേഹം. അപ്പം ആ ഈശോ എന്നെ പ്രതി എന്നോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തല്ലേ. ആ ഈശോ എന്നോട് പറയുക, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, നീ എൻ്റെ കൂടെ ഇപ്പോൾ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിൻ്റെ മക്കൾക്ക് നിന്നെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ചു വിടുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. ആ സ്വരം എപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ അലയടിക്കുന്നത് പോലെ ഇപ്പോഴും എനിക്കത് കേൾക്കാം. ഇങ്ങനെയാണ് ഈശോ പറയുന്നത്, ഐ കോൾഡ് യു ആസ് എ വൈഫ്, you are 100% faithful in that. I called you as a mother, you are 100% faithful in that. I called you as a daughter, you are 100% faithful in that. ഇങ്ങനെ എൻ്റെ ഓരോ ബന്ധങ്ങളെയും ഈശോ എടുത്തെടുത്ത് പറയുക കേട്ടോ. അതായത്, ഞാൻ നിന്നെ ഒരു ഭാര്യയായി വിളിച്ചു, നീ അതിൽ 100% വിശ്വസ്തയായിരുന്നു. ഞാൻ നിന്നെ ഒരു അമ്മയായി വിളിച്ചു, അതിൽ നീ 100% വിശ്വസ്തയായിരുന്നു. ഒരു മകളായിട്ട്, ഒരു മരുമകളായിട്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയായിട്ട്, സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ മിസ്ട്രസ്സായിട്ട്, അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് ഈശോ എന്നോട് പറയുക, അതിലൊക്കെയും നീ 100% ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. ബട്ട് നത്തിങ് വാസ് അപ്രീഷിയേറ്റഡ്. ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു അതിന് തക്കതായ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രതിഫലം ആരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ദ ഓൾ സീയിങ് ഐസ് ഓഫ് ഗോഡ് ഹാഡ് സീൻ ഇറ്റ് ഓൾ ആൻഡ് ഗേവ് യു 100% മാർക്ക്. അതായത് എല്ലാം ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല, കേട്ടിട്ടുമില്ല കേട്ടോ. ഓൾ സീയിങ് ഐസ് ഓഫ് ഗോഡ് എന്നൊന്നും ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ദ ഓൾ സീയിങ് ഐസ് ഓഫ് ഗോഡ് ഹാഡ് സീൻ ഇറ്റ് ഓൾ. അതായത് നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും എല്ലാം കാണുന്നവനായ കർത്താവിൻ്റെ കണ്ണുകൾ അത് കണ്ടു. അവൻ നിനക്ക് 100% മാർക്ക് തന്നു. അപ്പം അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കര ഒരു ബോധ്യം പോലെ തോന്നി. ഞാനൊന്നും ചെയ്തിട്ടില്ല ഈശോയ്ക്ക് വേണ്ടി, പക്ഷേ അതല്ല എന്നെ പ്രിയങ്കരിയാക്കുന്നത് ഈശോയുടെ മുമ്പിൽ, അല്ലേ? അത് നമ്മൾ ഓരോ വ്യക്തിയെയും ഈശോയുടെ മുമ്പിൽ പ്രിയങ്കരാക്കുന്നത് അവൻ നമുക്ക് തന്നിരിക്കുന്ന ചെറുതും വലുതുമായ ജോലികളിൽ എത്രമാത്രം നമ്മൾ സ്നേഹത്തോടെയും വിശ്വസ്തയോടെയും ചെയ്തു എന്നുള്ളതാണ്. അതായത്, ഭാര്യയായിട്ട് വിളിച്ചെങ്കിൽ 100% നമ്മൾ വിശ്വസ്തരായി നിന്നാൽ മതി അതിൽ. അതായത്, നമുക്ക് ദൈവം ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ റോളുകൾ ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ ജോണിൻ്റെ ഭാര്യയാണ്, 5 മക്കളുടെ അമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയുടെ മരുമകളാണ്, എൻ്റെ അമ്മയുടെ അപ്പൻ്റെ മകളാണ്, അപ്പം സഹോദരങ്ങളുടെ സഹോദരിയാണ്, അല്ലേ? അപ്പോൾ ആ ഓരോ ഇതിലും നമ്മൾ എത്രമാത്രം സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് ആ ഒരു റോളിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ പ്രവർത്തികൾ അതെന്തോ ആയിക്കൊള്ളട്ടെ, ഒന്നുപോലും ദൈവം വിട്ടുപോയില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എൻ്റെ വീട്ടിലെ ജോലിക്കാരിയോട് പോലും ഞാൻ പ്രവർത്തിക്കുന്ന ആറ്റിറ്റ്യൂഡ് പോലും കർത്താവ് നോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ ഏറ്റവും ചെറിയവരെ തൊട്ട് എന്തും ആയിക്കോട്ടെ, ഏറ്റവും ചെറിയ ജോലി തൊട്ട് ഏറ്റവും വലിയ ജോലി വരെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടും എത്ര റെസ്പോൺസിബിളായിട്ടും എത്ര സ്നേഹത്തോടെയുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. കർത്താവിന് വേണ്ടി ഘോരം സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും വേണ്ടാന്നല്ല, അതിനൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷേ എന്നെ ദൈവം അളക്കുന്നത്, എന്നെ ദൈവം എന്തേൽപ്പിച്ചോ അത് ഞാൻ എത്ര വിശ്വസ്തയോടുകൂടി ചെയ്തു എന്നത് വെച്ചാണ് എൻ്റെ മാർക്ക് ഇടുന്നത്. അപ്പോൾ അതിൽ ലോകം എനിക്കതിന് പ്രതിഫലം തന്നില്ലെങ്കിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് അതിൻ്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, എപ്പോഴും നമ്മുടെ റിവാർഡ് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതിയെന്ന്. അപ്പോഴൊക്കെ ഈ വാക്കുകൾ എൻ്റെ മനസ്സിലായി. ഈശോയുടെ ഞാൻ പറയില്ല, എപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ അലയടിക്കുന്ന പോലെ അത്. അപ്പം
ഒരിക്കലും ദുഃഖിക്കണ്ട. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ലെന്ന് ഭാര്യയോ, ഭാര്യയുടെ സ്നേഹം കിട്ടിയില്ലെന്ന് ഭർത്താവോ, മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയില്ലെന്ന് മക്കളോ, മക്കളുടെ സ്നേഹം കിട്ടിയില്ലെന്ന് മാതാപിതാക്കളോ ഒന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നും നമുക്ക് കിട്ടാതിരിക്കുന്നത് ചിലപ്പോൾ നല്ലതുമാണ്. കാരണം ആ റിവാർഡ് ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഈശോയ്ക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷേ അന്നേരം ഈശോ എന്നോട് പറയുന്നു, നീ എൻ്റെ കൂടെ ഇപ്പോൾ നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു, നീ എൻ്റെ കൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പം ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു ഈശോയ്ക്ക് വേണ്ടി ഇത് ചെയ്തു അങ്ങനെയൊന്നും വെച്ചിട്ടല്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ആൾക്കാരെ ഞാൻ എത്ര സ്നേഹത്തോടു കൂടിയാണ് അവരെ ഹാൻഡിൽ ചെയ്തത്, അതൊക്കെയാണ് ഈശോ നോക്കുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ മനസ്സിൽ ഈശോ അങ്ങനെ പറഞ്ഞപ്പം, യുവർ ചിൽഡ്രൻ നീഡ് യു സോ ഐ എം സെൻഡിങ് യു ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഓർത്തത്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മൂത്ത മോൾ എനിക്ക് തോന്നുന്നു ആറിലായിരുന്നു എന്ന് തോന്നുന്നു, ആ സമയത്ത് 6ലായിരുന്നു, അതെ. അപ്പോൾ 6ാം ക്ലാസ്സിലായിരുന്നു അവൾ. അപ്പോൾ അവൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയ്ക്കൊന്നും പറ്റരുത്, കുഞ്ഞു ബേബിക്ക് ഒന്നും പറ്റരുതെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വലിയ വിലയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ എപ്പോഴും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവഹിതമാണെങ്കിൽ അതവിടെ നടക്കും. എന്തെങ്കിലും മാറിപ്പോകേണ്ടതാണെങ്കിൽ ആ സമയത്ത് മാറിപ്പോവും. അപ്പം ഞാൻ പെട്ടെന്ന് യുവർ ചിൽഡ്രൻ നീഡ് യു സോ ഐ എം സെൻഡിങ് യു ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ആ ഒരു മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈശോയിൽ നിന്ന് ഞാനത് കേട്ടപ്പോൾ. മൂന്നാമത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ശരിക്കും അതെപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു പിക്ചറുണ്ട്. എൻ്റെ മരണശേഷം ഈശോയുടെ സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു നിമിഷം, അല്ലേ, അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. ആരും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു നിമിഷം നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ട ഒരു നിമിഷം നമുക്ക് വരും. ആ സമയത്ത് ദൈവം എന്ത് വിധി നമ്മളെക്കുറിച്ച് പ്രസ്താവിക്കുന്നോ അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ലോകം നമുക്ക് ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും, ലോകത്തിൽ ഒത്തിരി പേര് നമ്മളെ പുകഴ്ത്തിയായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ചാരിറ്റി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ദൈവഭക്തനോ ദൈവഭക്തയാണെന്ന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ വലിയ സയൻറ്റിസ്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ നമ്മളൊരു വലിയ പൈസക്കാരനാണെന്നോ, അല്ലെങ്കിൽ ഉന്നത പദവി വഹിക്കുന്ന ആളാണെന്നോ, അങ്ങനെ ഒത്തിരിയേറെ സ്ഥാനമാനങ്ങളും ടൈറ്റിലുകളും എല്ലാം നമുക്ക് ലോകം തന്നെങ്കിൽ പോലും അവസാന ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പം ദൈവം എനിക്ക് എന്തു തരുന്നോ അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ദൈവം എൻ്റെ പ്രവൃത്തിയെയും എൻ്റെ ഹൃദയത്തെയും കണ്ടുകൊണ്ട് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ദൈവം നടത്തും. അപ്പോൾ നല്ലവനായി ജീവിച്ച മനുഷ്യരോട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസ, എൻ്റെ വിശ്രമത്തിലേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞിട്ട് അവനെ സ്വീകരിക്കും. അതേസമയം വേറൊരു സ്ഥലത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ 7-ാം അധ്യായം 21 തോന്നുന്നു, അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അല്ലേ. അന്ന് പലരും എന്നോട് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതം ചെയ്തിട്ടുണ്ട്, രോഗശാന്തി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം കർത്താവ് പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ലോകത്തിന് മുമ്പിൽ വലിയൊരു സുവിശേഷകനായിരിക്കാം, അല്ലെങ്കിൽ രോഗശാന്തി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ദൈവം അവരുടെ ഹൃദയത്തെ നോക്കിയിട്ട് പറയുവാണ്, നിൻ്റെ ഹൃദയത്തിൽ അനീതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അല്ലേ. അപ്പം ലോകം തരുന്ന നമ്മുടെ ടൈറ്റിലുകളോ നമ്മളുടെ ലോകം തരുന്ന സ്ഥാനമാനങ്ങളോ ഒന്നും നിൽക്കുന്നില്ല, അല്ലേ. നമ്മൾ ആർജിച്ചെടുത്തത് ഇവിടെ വലിയ വലിയ പേരുകളോ ധനമോ ഒന്നും നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരാക്കുന്നില്ല, അല്ലേ. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരാകണമെങ്കിൽ നമ്മളൊരു കാപഠ്യമില്ലാത്ത നിഷ്കളങ്ക ഹൃദയമുള്ള ആൾക്കാരായിരിക്കണം, അല്ലേ. അപ്പം എപ്പോഴും ഈ 2 പിക്ചർ, ഇതിന് ശേഷം ഈ 2 പിക്ചർ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കും. ഞാൻ ഈ ദർശനത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഈശോയുടെ ആ ആഴത്തിലുള്ള സ്നേഹം അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്യുന്ന, എപ്പോഴും പീലാത്തോസിന് മുമ്പിൽ അറുക്കപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിൽക്കുന്ന ഈശോയുടെ മുഖം, അത് എപ്പോഴും എൻ്റെ ഹൃദയത്തെ വല്ലാതെ ടച്ച് ചെയ്യുന്ന ഒരു പിക്ചറാണ്. രണ്ടാമത്തേത് എന്നോടുള്ള സ്നേഹത്തെ പ്രതി, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഈശോ എന്നോട് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഈശോ അങ്ങനെ പറയുമ്പം എൻ്റെ മനസ്സിൽ വരുന്ന പിക്ചർ ഈശോ ഇങ്ങനെ നിൽക്കുന്ന ആ സ്നേഹത്തെ പ്രതി കേട്ടോ. അല്ലാതെ എൻ്റെ ഒരു
നന്മ കൊണ്ടല്ല കേട്ടോ. അപ്പം ഈശോയുടെ ആ ഒരു സ്നേഹമാണത്. പിന്നെ രണ്ടാമത്തെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു പിക്ചർ, ആ അവസാന നിമിഷം, എൻ്റെ മരണശേഷം കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു നിൽപ്പ്. ഞാൻ അത്ഭുതത്തോടും ഭയങ്കര പസിൽഡായിട്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു പിക്ചർ കേട്ടോ. അത് നമ്മൾ ജീവിതത്തിൻ്റെ അവസാനം എപ്പോഴും നമുക്കെല്ലാവർക്കും അത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസാന നിമിഷത്തെ ആ ഒരു നിൽപ്പ് നമ്മുടെ മനസ്സിലെപ്പോഴും പതിഞ്ഞിരിക്കണം. അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ. ഈ 2 പിക്ചറും എൻ്റെ മനസ്സിൽ നല്ലതായിട്ട് പതിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിസ്തു, ഞാൻ പറയുന്നത് ഐ സോ ഹിം ഇൻ സിറ്റിംഗ് ഇൻ ദ ത്രോൺ എന്നാണ് പറയുന്നത്. അതായത് ആ സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അതെനിക്കൊരു അത്ര ക്ലിയർ ആയിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല. കണ്ടു, എനിക്ക് ചെറിയ ഒരു ഓർമ്മയുണ്ട്, സിംഹാസനത്തിൽ ഇങ്ങനെ ക്രിസ്തു ഇരിക്കുന്നു, അങ്ങനെ ഒരു എന്നാ പറയുന്നത്, ഒരു ക്ലിയർ അല്ലാത്ത ഒരു പിക്ചർ പോലെ ഞാൻ കണ്ടു. പിന്നെ വേറെ ഒരാളാണ് പറയുന്നത്, അവൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വേറെ ആരോ ആണ് പറയുന്നത്. അതാരാന്നും എനിക്ക് മനസ്സിലായില്ല, ആരാണെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല. പക്ഷെ വേറൊരു സ്വരമാണ് എന്നോട് അത് പറയുന്നത്. ആ സ്വരം കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈശോയുടെ സ്വരം പിന്നെ കേൾക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഒരു ഓർമ്മ പോലെയുണ്ട്. പിന്നെ ഐ കോൾഡ് യു ആസ് എ വൈഫ്, യു ആർ 100% ഫെയ്ത്ത്ഫുൾ ഇൻ ദാറ്റ് എന്നുള്ളത് അതിങ്ങനെ അലയടിക്കുന്നത് പോലെ എൻ്റെ ചെവികളിൽ എനിക്കിപ്പോഴും കേൾക്കാം കേട്ടോ. പിന്നെ അത് ഒരിത്. പിന്നെ ഞാൻ പറയത്തില്ലേ ഓൾ സീയിങ് ഐസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ വേർഡ്സ് അതെല്ലാം ഞാൻ യൂസ് ചെയ്യാത്ത വേർഡ്സാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ പിന്നെ ഇത് കേട്ട് കഴിഞ്ഞപ്പം വിചാരിച്ചപ്പോൾ ഓർത്തു അത് ശരിയാണെന്ന്. അത്രയല്ല, ഞാൻ അങ്ങനെയും ചിന്തിച്ചിട്ടില്ല. അതും എൻ്റെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അല്ലെങ്കിൽ വല്ലതൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വായിക്കുമ്പം ഞാൻ കണ്ടത് ശരിയാണെന്നൊരു ഇതാണ്, ഒരു 94% ഒരു ഉറപ്പാണ്. അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്, അത് ദൈവം എനിക്ക് തന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. എങ്കിൽ പോലും എനിക്കതിനൊരു എക്സ്പ്ലനേഷനൊന്നുമില്ല, ബൈബിളിൽ പ്രകാരമൊന്നും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഞാനത് കണ്ടത് എന്നൊന്നും. എന്നിട്ട് ഞാനിതെല്ലാം ഇങ്ങനെ കണ്ട്, അപ്പോൾ ഇത് ഞാനിങ്ങനെ അബോധാവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വരുമ്പോഴാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്, വെളിയിലേക്ക് പറയുന്നത് ഇങ്ങനെ ഉണർന്നിങ്ങനെ വരുന്ന സമയത്താണ്. എങ്കിലും ഞാൻ ഫുള്ളി കോൺഷ്യസ് അല്ല. എന്നിട്ട് പിന്നെ ഫുള്ളി കോൺഷ്യസ് ആയ സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഓപ്പറേഷൻ ഞാൻ ഇതിലിങ്ങനെ ഇതായിരുന്നു, എൻ്റെ സിസേറിയൻ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു എന്തോ സംഭവിച്ചു എന്നുണ്ട് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടല്ലോ ഇങ്ങനെല്ലാം കണ്ടതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക, ദൈവമേ എനിക്കെന്തോ ഭയങ്കര സീരിയസ് ആയ പ്രോബ്ലം സംഭവിച്ചു, എനിക്കെന്തോ പറ്റി, എൻ്റെ യൂട്രസ് എനിക്ക് ഫീൽ ചെയ്യുക, വെയിറ്റ് എല്ലാം പോയി. അപ്പോൾ താഴോട്ട് ഭയങ്കര ഫയറായിരുന്നല്ലോ, അതെല്ലാം പോയപ്പോൾ എൻ്റെ വിചാരം എല്ലാം എടുത്ത് കളഞ്ഞു, അകത്തുള്ള യൂട്രസും എല്ലാം എടുത്ത് കളഞ്ഞു, എന്തോ വലിയ മേജർ പ്രശ്നം സംഭവിച്ചു, ഞാൻ മരിച്ചു പോയിട്ട് മരിക്കാറായി, അതോ മരിച്ചിട്ട് എന്തോ അത്ഭുതമായിട്ട് പിന്നെ റിക്കവറായി തിരിച്ചു വന്നതാന്നൊക്കെ എൻ്റെ മനസ്സിലങ്ങ് വരുക. അന്നേരത്തേക്ക് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ഈസ് എവറിത്തിങ് ഓക്കെ സിസ്റ്റർ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ യാ എവറിത്തിങ് ഫൈൻ. ഞാൻ ചോദിച്ചു ബേബി, യാ ഹീ ഈസ് ഫൈൻ. എന്നിട്ട് അവരെന്നെ ബേബിയെ കാണിക്കുന്നില്ല, വോണ്ട് ടു സീ ദ ബേബി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബേബിയെ അവിടെ കൊണ്ടുവരാമെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് വിശ്വാസമില്ല, എൻ്റെ വിചാരം എന്തോ സംഭവിച്ചു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറ്റിയോ, യൂട്രസ് എല്ലാം റിമൂവ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തോ സംഭവിച്ചു എന്നാണ് എൻ്റെ മനസ്സിലെ വിചാരം. ഇതെല്ലാം ഇങ്ങനെ എന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നത്, എന്തോ ഒരു വലിയ മേജർ കാര്യം സംഭവിച്ചു, കൊച്ചിന് വല്ലതും പറ്റിയോ, അതോ എൻ്റെ യൂട്രസ് എല്ലാം എടുത്ത് കളഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ പിന്നെയും എടുത്തെടുത്ത് ചോദിക്കുക, എവറിത്തിങ് ഫൈൻ എന്നൊരു 3-4 പ്രാവശ്യം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ബേബിയൊക്കെ കൊണ്ട് കാണിച്ചു. അപ്പോഴെനിക്ക് ഫുള്ളൊരു ഓർമ്മയില്ല കേട്ടോ, ബേബിയൊക്കെ ഇങ്ങനെ ഒരു വേഗമായിട്ട് കാണുവാണ്. ഞാൻ ബേബിയെ കണ്ടിട്ട് ചോദിച്ചു, ബേബി കുഞ്ഞാണോ, അവന് വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ വന്ന സമയത്ത് ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, അല്ല ഫുൾ സമയം നിങ്ങൾ ജീസസിനെ കുറിച്ചും ഹെവനെ കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞിട്ട് അവരെന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഉമ്മ പോലെ തന്ന്, അവർക്ക് ഭയങ്കര ഒരു സന്തോഷം പോലെ. വേറൊരു സിസ്റ്റർ ഓടി വന്നിട്ട് ചോദിച്ചു ഏത് പള്ളിയിലാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാനിങ്ങനെ നമ്മുടെ പള്ളിയുടെ പേരൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായി.
അപ്പം ഞാൻ എൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഇതും നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഇതിൽ നിന്ന് ഞാൻ മെയിനായിട്ട് പഠിച്ച കാര്യം, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോഴാണ് നമ്മളെ വലിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നത്. അപ്പം നമ്മുടെ സ്വർഗരാജ്യത്തിലെ പ്രവേശനം, നമ്മളെ ദൈവം ഏൽപ്പിച്ച ഓരോ ജോലികളും എത്ര മനോഹരമായി, അല്ലെ എത്ര ആത്മാർത്ഥതയോടെയും എത്ര വിശ്വസ്തയോടെയും എത്ര സ്നേഹത്തോടെയും ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന വലിയൊരു ജോലിയുടെ ഇപ്പം ഇങ്ങനെ ചെയ്താലേ, അല്ലെ ഇതുപോലെ ദൈവത്തിന് വേണ്ടി നമ്മൾ സുവിശേഷം ചെയ്താലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്നില്ല, അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വരുന്ന ചിലപ്പം ബുദ്ധിമുട്ടേറിയ ആൾക്കാരായിരിക്കും. അവരെ പോലും നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ, അല്ലെ അവരെ കരുണയോടെ ചേർത്ത് പിടിക്കുമ്പോൾ, അതൊക്കെ നമുക്ക് വലിയൊരു നമ്മുടെ ക്രൗണിലെ ഓരോ ജുവൽസാണ്, അല്ലേ? ഓരോ മുത്തുകളാണെന്ന് ഞാൻ പറയും, അല്ലേ? ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെ നമ്മൾ ക്ഷമയോടെ ഡീൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ക്രൗണിലെ ഒരു ജുവലാണ്. അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇൻലോസുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെയും നമ്മൾ ഈശോയുടെ ഹിതമാണ് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ ചിലപ്പം മാതാപിതാക്കൾക്കൊരു വിഷമമാണ്, മക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല എന്ന്. അപ്പോൾ അവരെയും ക്ഷമയോടെ ചേർത്ത് പിടിക്കുമ്പോൾ അതും ഒരു ജുവലാണ്. അപ്പോൾ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കുക. അപ്പോൾ ആ ആത്മാർത്ഥതയും ആ വിശ്വസ്തതയും മതി നമുക്ക് സ്വർഗരാജ്യം ലഭിക്കാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിരിക്കുക. എപ്പോഴും ഈ 2 പിക്ചർ മനസ്സിൽ വെക്കുക. പിലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന ഈശോയുടെ ചിത്രവും ഈശോയുടെ ത്രോണിന് മുമ്പിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ചിത്രവും, ഈ 2ഉം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.